ഹദീസിലുണ്ട് കേട്ടോ, അത് വേറൊരു വിഷയമാണ്. ഇനി അവസാനം കേട്ടോളൂ, ഇയാൾ പറയുകയാണ് മാലയുടെ ആശയത്തിൽ, കേട്ടോ പേരോടെ, മാലയുടെ ആശയത്തിൽ സംശയം പ്രകടിപ്പിക്കുന്നവർ ഈ ഹദീസിനെ കുറിച്ച് എന്തു പറയുന്നു? അപ്പൊ മാലയിൽ പറഞ്ഞ ഈ ആശയത്തെ പറ്റി എന്താ പറഞ്ഞത്? ഇതിൽ അവിശ്വസനീയമായി ഒന്നുമില്ല. പേരോടെ, നിങ്ങൾക്കിതിൽ അവിശ്വസനീയമാണല്ലേ? എന്തേ? ഈ പ്രദേശത്തേക്ക് ബാധകമായ ഫത്വയാണോ? നിങ്ങൾ അതിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ? അടുത്ത പ്രസംഗത്തിലൊന്ന് കാണട്ടെ, അടുത്ത പ്രസംഗത്തിലൊന്ന് പറയണേ. ഇതേ കഥ തന്നെ, ഇതേ സംഭവം തന്നെ വേറെയും കിതാബുകളിൽ വന്നിട്ടുണ്ടല്ലോ. ആ കിതാബിന്റെ പേരും ഒന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഈ ആശയം തഫ്രീഹുൽ ഖാത്തിറിലുല്ലേ ഇതേ കാര്യം? നിങ്ങൾ പറയണം, തഫ്രീഹുൽ ഖാത്തിറൊക്കെ നിഷേധിക്കുക, അപ്പൊ നമുക്ക് കൊണ്ടുവരാം. നിങ്ങൾ അതിനെപ്പറ്റി ഒന്നും മിണ്ടിയിട്ടില്ല. മിണ്ടണേ, മറുപടി പറയണേ. ഇനിയോ അതിനെപ്പറ്റി നിങ്ങൾ പറയണം. ജനങ്ങളുടെയൊക്കെ ഓർമ്മയിട്ട് തരികയാണ്. ഇനി അന്ന് കഴിഞ്ഞ പ്രസംഗത്തിൽ ഒരു പ്രധാനപ്പെട്ട സംഗതിക്ക് ധാരാളം പേരോട് സമയം ചെലവഴിച്ചൊരു കാര്യമുണ്ടായിരുന്നു. ആ പ്രസംഗത്തിൽ പേരോട് എന്താ പറഞ്ഞത്? സലഫിക്ക് ഒരു വിവരവുമില്ല, അതുകൊണ്ട് ഹദീസ് വായിക്കാൻ പോലും അറിയില്ല. എന്നാ വായിച്ചത്. തെറ്റാണ്, അങ്ങനെ വായിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ വായിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് സലഫി വായിച്ച ഉൾഫുല്ലിഹ തെറ്റാ മൗലവി, അങ്ങനെ വായിക്കാൻ പാടില്ല, വിവരം വേണ്ടേ, പഠിക്കണ്ടേ എന്നൊക്കെ പറഞ്ഞു. എത്ര സമയം മൂപ്പരതിന് വേണ്ടി അന്ന് ചെലവഴിച്ചതെന്നറിയോ? മാത്രല്ല പിന്നെ എന്താ ശരി, മൗലവി ഉൾഫു എന്നല്ല മൗലവി അഴ്ഫു എന്നാ വായിക്കേണ്ടത്. അതും മൂപ്പര് പഠിപ്പിച്ചു തന്നു അല്ലേ? അങ്ങനെ പറഞ്ഞപ്പോ എന്നിട്ട് മൂപ്പരെന്നെ എന്തും വായിച്ചു, ഞാൻ ആവർത്തിക്കുന്നില്ല, CD ഇറങ്ങുമ്പോ അതൊക്കെ വീണ്ടും കേൾക്കുകയാണ്. എന്നാ നമ്മളൊന്ന് നോക്കുക, ആര് വായിച്ചതാ ശരി, ആര് വായിച്ചതാ തെറ്റ്? പേരോടും പഠിക്കട്ടെ. കുട്ടികൾ വലിയ ഉസ്താദിന്റെ ശരീഅത്ത് കോളേജില്, ഞാൻ അറബിക് കോളേജിൽ ശരീഅത്ത് കോളേജിലെ പ്രിൻസിപ്പാളാണ്, പ്രിൻസിപ്പാള് ഇൽമു എന്നറിയട്ടെ. സലഫി വായിച്ച പൊട്ടത്തരം എന്താന്ന് നിങ്ങളൊന്ന് കേട്ടോളീൻ. എന്നിട്ട് മുസ്ലിയാര് വായിച്ച് നോണയും ആ വായിച്ചിട്ട് അതിനെപ്പറ്റി ആ കേൾപ്പിച്ചിട്ട് മൂപ്പര് പറയണ നോണയും ഒക്കെ നമുക്കൊന്ന് സാവകാശം കേൾക്കാനുണ്ട്. ഈ വക തെറ്റൊന്നും ഞാൻ പിടിക്കലില്ല, നിങ്ങളാണ് ഇവിടെ തുടങ്ങിയത്. ഇതും ഞാൻ പിടിക്കാൻ വിചാരിച്ചല്ല, നിങ്ങളിത് വലിയ തെറ്റായിട്ട് ഇവിടെ ആഘോഷിക്കാൻ വന്നതാണ്. എന്നാൽ നിങ്ങൾ കുഴിച്ച കുഴിയിൽ നിങ്ങളെ തന്നെ ഇടാൻ പോകുകയാണ്, തുടങ്ങുകയാണ് ഓരോന്നായിട്ട്. സദസ് ക്ഷമിച്ച് കേൾക്കുക. ഇതാ പോസ്റ്റ്മോർട്ടം തുടങ്ങാൻ പോകുകയാണ്. വരട്ടെ, ആദ്യം എന്താ പേരോട് വായിച്ചതിലെ ശരീരം, ഞാൻ വായിച്ചതിലെ തെറ്റൊന്ന് പേരോട് ആദ്യം പറയട്ടെ. മൗലവി, ഞാൻ അന്ന് അവിടെ കക്കാട് നേരെ പ്രസംഗിക്കുമ്പോ വായിച്ചത് നിങ്ങൾ വായിച്ച ഊഫൂന്ന് കേട്ടിട്ട് അഫൂന്ന് പഠിച്ചില്ല ഞാൻ. എങ്ങനെ? ഞാൻ അഫൂന്ന വായിച്ചത്, നിങ്ങൾ വായിച്ച ഊഫൂന്ന് തെറ്റാ. അപ്പൊ ഊഫ് കേട്ടിട്ട് ഞാൻ അഫു പഠിച്ചെന്ന് ഞങ്ങൾ പറഞ്ഞത്. എന്തൊരു സാധനാണ് ഇത്, എനിക്ക് മനസ്സിലാകും. എനിക്കും അതാ തിരിയത്ത്. പേരോടൊന്ന് പോയിട്ട് പഠിക്ക്, പേരോടെ പോയി പഠിക്ക്. ഭാഷാ ഗ്രന്ഥോ ഹദീസിന്റെ കിതാബൊക്കെ ഒന്ന് എടുത്തിട്ട് നോക്ക്. ഉൾഫൂന്ന് ഞാൻ വായിച്ചത് തെറ്റാണെന്ന് തെളിയിക്കാൻ കഴിയോ? മുസ്ലിംമാരോട് ചോദിക്ക്, അറിയില്ലെങ്കിൽ പോയി പഠിക്ക്. പ്രിൻസിപ്പാളാന്ന് എഴുതി നടന്നാ പോരാ. ഉൾഫൂന്ന് ഞാൻ വായിച്ചത് ശരി തന്നെയാണ്, ഉൾഫൂന്ന് വായിക്കാം. നിങ്ങൾക്ക് അല്ലാന്ന് പറയാൻ പറ്റുമോ? എന്നാ പ്രസംഗത്തിൽ പറ, ഉൾഫൂന്ന് വായിച്ചത് തെറ്റാണ്. ഇനി പറയാൻ ധൈര്യമുണ്ടോ? കഴിയോ നിങ്ങൾക്ക്? ഉൾഫു എന്ന് വായിച്ചത് തെറ്റാണ്, ശരിയാ ഞാൻ വായിച്ചത്, ഉൾഫു എന്ന് വായിക്കാ. പിന്നെ നിങ്ങൾ എന്താ പറഞ്ഞത്? അഴ്ഫൂനാ വായിക്കേണ്ടത്. എന്നിട്ട് മൂപ്പര് പറയണ അഴ്ഫുല്ലിഹാന ഞാൻ വായിച്ചത്. മൂപ്പരെന്താ വായിച്ചത്? അത് നിങ്ങൾക്കൊന്ന് കേൾക്കണ്ടേ? മൂപ്പര് അഴ്ഫൂനാണോ വായിച്ചത്? അഴ്ഫൂനാണ് മൂപ്പര് വായിച്ചതെങ്കിൽ മൂപ്പര് ഹദീസിൽ വായിക്കുമ്പോ എന്താ വായിക്കേണ്ടത്? എന്നാണ് പറയേണ്ടത്. എന്നാണ് നിങ്ങൾ ഉദ്ദേശിച്ചതെങ്കിൽ അതിന്റെ അമ്രായിട്ട് പറയുമ്പോ അഴ്ഫു എന്ന് നിങ്ങൾ പറയുമ്പോ, അത് വാവും ചേർത്ത് പറയുമ്പോ അത് നിങ്ങൾ വായിക്കേണ്ടത് എന്നാ നിങ്ങൾ വായിക്കേണ്ടത്. പഠിച്ചോ, നിങ്ങളെ പഠിപ്പിച്ചിട്ടേ വിടുള്ളൂ. പോയി പഠിക്ക്, കിതാബ് എടുത്ത് നോക്കി പഠിച്ചിട്ട് ഉറങ്ങിയാ മതി. നിങ്ങൾ വായിച്ചത് തെറ്റാണ്, ഞാൻ വായിച്ചത് തെറ്റാണല്ലേ, നിങ്ങൾ വായിച്ചത് മാത്രമാണ് ശരിയല്ലേ എന്നാ നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കുകയാണ്, നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കാൻ പോവുകയാണ്. നിങ്ങൾ അവിടെയും നുണയല്ലേ പറഞ്ഞത്? അഴ്ഫു എന്ന് നിങ്ങൾ വായിക്കുമ്പോ വാവ് ചേർത്ത് പറയുമ്പോ വഴ്ഫു എന്ന് പറഞ്ഞാൽ ശരിയാവോ? എന്തേ വേറെ ആരുമില്ല ഈ പ്രസംഗം കേൾക്കുന്ന കൂട്ടത്തില്?
മുസ്ലിയാക്കന്മാരില്ലേ, ഇയാൾ മാത്രമുള്ളൂ ഇവിടെ നാലാവരുത്തി. ഇത് കേൾക്കുന്ന ആളുകളില്ലേ, അഴഫു എന്നത് വാവ് ചേർത്തുകൊണ്ട് പറയുമ്പോ വഴഫൂനാണോ വായിക്കേണ്ടത്, അതോ വ അഴഫു എന്നല്ലേ പറയേണ്ടത്? അതങ്ങനെ വസലിന്റെ ഹംസയായിട്ട് ചേർത്ത് പറയാൻ പറ്റുന്ന വഴഫു ആണോ? നിങ്ങൾ അഴഫയാണ് ഉദ്ദേശിച്ചതെങ്കിൽ പിന്നെ വഴഫു എന്ന് പറയാൻ പാടില്ല, വ അഴഫു എന്നാണ് പറയേണ്ടത്. നേരെ മറിച്ച് അല്ലാത്ത നിലക്കാണെങ്കിൽ തെറ്റുമില്ല. പക്ഷേ നിങ്ങൾ പറയുന്നത് ഉൾഫു എന്ന് വായിച്ചത് തെറ്റാണ്. അഴഫ എന്നാണ് ഞാൻ വായിച്ചത്, അഴഫുല്ലിഹ എന്നാണ് ഞാൻ വായിച്ചത്. അവിടെയും നിങ്ങൾ പറയുന്നത് കളവല്ലേ? അതാ ആ കളവും തൊണ്ടി സഹിതം ഇതാ നിങ്ങൾ പറഞ്ഞ ചേറ്റുകെട്ടിയില്ലേ, ആ ചേറ്റുകെട്ടിയിൽ നിങ്ങൾ നിറച്ച മാലിന്യവും പുറത്തേക്ക് ഇടാൻ പോവുകയാണ്. കേട്ടോളൂ, നിങ്ങൾ എന്താ വായിച്ചത്, അതിനെക്കുറിച്ച് നിങ്ങൾ എന്താ പറഞ്ഞത്? നിങ്ങൾ വായിച്ചതൊന്ന് വേറെ, പറയുന്നതൊന്ന് വേറെ. നിങ്ങൾ വായിക്കുന്നതൊന്ന് വേറെ, പറയുന്നതൊന്ന് വേറെ. നിങ്ങൾ വായിക്കുന്നത് എല്ലാവരും ശ്രദ്ധിച്ചോളണം, വഅഫുല്ലിഹ വഅഫുല്ലിഹ. അതാണ് പറഞ്ഞിട്ട് മൂപ്പര് പറയുന്നത് അഅഫുല്ലിഹ. വഅഫൂന്ന് കേൾപ്പിച്ചിട്ട് മൂപ്പര് പറയാം അഅഫുല്ലിഹ. കേട്ടോളി. ഇനി ഞാൻ എന്താ വായിക്കുന്നത് നോക്കിക്കോളി. പഠിപ്പിക്കുന്നത് അന്നിക്കുസ്സവാരിബ വഅഫുല്ലിഹ വഅഫുല്ലിഹ അഅഫുല്ലിഹ. നല്ല വായന ഷറായിട്ടുണ്ട്. പേരോടെ പഠിക്ക് പോയിട്ട് മീസാൻ മുതൽ ഓതി പഠിക്ക്. ശരീഅത്ത് കോളേജിലെ പ്രിൻസിപ്പാളാ അല്ലേ? അല്ലേ? പോയിട്ട് നന്നായിട്ട് പോയിട്ട് ജനങ്ങളോടൊന്ന് പോയിട്ട് പറഞ്ഞു കൊടുക്കുക എന്റെ അടുത്ത് എന്താ സംഭവിച്ചത്. അതുകൊണ്ട് അഴഫു അഴഫു എന്നാണോ നിങ്ങൾ വായിച്ചത്? നിങ്ങൾ പറഞ്ഞ നോണ മനസ്സിലാകാൻ നിങ്ങൾ വായിച്ചതും നിങ്ങൾ പറഞ്ഞതും തമ്മിൽ ഒന്ന് ഒരുമിച്ചൊന്നാണ് കേൾപ്പിച്ചു കൊടുത്തേ. നോണയാണ് മനസ്സിലാകാൻ ജനങ്ങളത് കേൾക്കട്ടെ. രണ്ടും തമ്മിൽ പെട്ടെന്ന് തന്നെ കേൾപ്പിക്കുക. അപ്പൊ പെട്ടെന്ന് ആളുകൾക്ക് കാര്യം മനസ്സിലാവും. വഅഫുല്ലിഹ അഅഫുല്ലിഹ വഅഫുല്ലിഹ അഅഫുല്ലിഹ വഅഫുല്ലിഹ അഅഫുല്ലിഹ. കണ്ടോ എന്തിനാ ഈ പണിക്ക് പോണ പേരോടെ? ഇതൊക്കെ എന്തിനാണ്? അബദ്ധം സംഭവിച്ചതാണെങ്കിൽ ഇങ്ങനെ എന്തെല്ലാണ്ട് നിങ്ങൾ പറഞ്ഞില്ലേ പറ്റില്ല. നിങ്ങൾ പണ്ഡിതന്മാരോട് ചോദിക്കുകയും ഉൾഫ് വായിക്കാൻ പറ്റൂല്ലേ? കിതാബുകളില്ലേ? ഇല്ലെങ്കിൽ പറ, പഠിപ്പിച്ചു തരാൻ. മനസ്സിലായില്ലേ? എന്താ നിങ്ങൾ വിചാരിച്ചത്? അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളൊരു സ്ഥലത്ത് ഒരു അബദ്ധം വിചാരിച്ചു പറയുമ്പോ അതിന്റെ അപ്പുറത്ത് ഞങ്ങൾക്ക് 10 തരും ഞാൻ പണ്ടേ പറയലുണ്ട്. അതുകൊണ്ട് ആ പരിപാടി നിർത്തിക്കോ ഞാൻ പണ്ടേ പറയല. തുടങ്ങിയാണോ? നമുക്കൊന്ന് തുടങ്ങാം. നിങ്ങൾ വായിച്ചോർത്ത് ഒരുപാട് തെറ്റുകൾ ഞങ്ങൾ പിടിച്ചു വെച്ചിട്ടുണ്ട്, പറയേണ്ട വെച്ചിട്ട് തന്നെ. നിങ്ങൾ പറഞ്ഞില്ലേ മൗലവിന്റെ തെറ്റ് പിടിക്കാൻ അതിനെ നേരണ്ടാവുള്ളൂ, തീർത്തും തെറ്റാണ്. ഓ, തീർത്തും തെറ്റായിട്ട് ഇങ്ങനെ പറയാത്തൊരു മാണിക്കക്കല്ല്. ഓ, എന്ത് സ്നേഹാനോട് എന്റെ തെറ്റൊന്നും പിടിക്കാതെ അങ്ങനെ തീർത്തും തെറ്റായിട്ട് മൂപ്പര് അവിടെ അങ്ങനെ വെച്ചിരിക്കുക. എന്നാ തുടങ്ങിക്കട്ടോ, അടുത്ത പ്രസംഗം മുതൽക്ക് തുടങ്ങിക്കോ, തെറ്റുകളൊന്ന് പിടിക്കാൻ നമുക്ക്. അതൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു. എന്നാ പിന്നെ അതിനെന്താ മറുപടി? നിങ്ങൾ വായിച്ചതും തെറ്റാന്ന് നമ്മൾ പറഞ്ഞു. അഴഫു എന്ന പ്രയോഗം അനുസരിച്ച് നിങ്ങൾ വായിക്കുമ്പോൾ വ അഴഫുല്ലിഹ എന്ന് പറയണം. ഞാൻ വായിച്ച ഉഴുഫുവിലിട്ട് തെറ്റൂല, അങ്ങനെയും വായിക്കാം. ഇത് രണ്ടും ഞാൻ പറഞ്ഞിരുന്നു. മൂപ്പരിക്ക് അതിനാകെയുള്ള മറുപടി എന്താ? അന്നൊരിക്കങ്ങനെ ഗീർവാണം ധാരാളം സമയത്ത് ഇങ്ങനെ എന്ത് വളരെ ശൗര്യത്തോടെ പ്രസംഗിച്ച വിഷയ ഇതങ്ങോട്ട് ചെന്ന് ഓരോന്ന് തെളിവുകൾ അങ്ങോട്ട് കൊടുത്ത് കൃത്യമായിട്ട് നമ്മളങ്ങ് പറഞ്ഞപ്പോ പേരോട് അവസാനം പറയാം, അതിപ്പോ സ്പീഡിലാണ് പറഞ്ഞപ്പോ അങ്ങനെ ഉണ്ടായിപ്പോയതല്ലേ. മൂപ്പരതാകുമ്പോൾ 1/2 മിനിറ്റ് കൊണ്ട് മറുപടി കഴിഞ്ഞു. മുമ്പ് ഇത് കുറേ സമയം പ്രസംഗിച്ചിട്ട് അത് വാഴ്ഫു എന്നുള്ളത് പറയുമ്പോൾ ആയിപ്പോയല്ലേ. നിങ്ങൾ നോക്കണം, മൂപ്പരിക്ക് എന്തെങ്കിലും പറ്റുകയാണെങ്കിൽ അതൊന്നൊരു വിഷയമല്ല, ആണ്ട് വിടും മൂപ്പര്. അതിപ്പോ അങ്ങനെയൊക്കെ സംഭവിക്കൂലേ? അതിപ്പോ ഒന്ന് സ്പീഡിലാണ് വായിച്ചപ്പോ. എന്തെങ്കിലും അവിടെ എത്തിയപ്പോ ഒരു സ്പീഡ് കൂടി. എന്താ അവിടെ എത്തുമ്പോ ഒരു സ്പീഡ് കൂടിയത്? ഞങ്ങൾ വഴഫ് വായിക്കാൻ പറ്റും, വഴഫു തന്നെ വായിക്കണ്ടേ? അങ്ങനെ നിങ്ങൾ വായിച്ചിട്ടില്ല. ഞാൻ വായിച്ച ഉഴുഫ് ശരിയാണോന്ന് ഞാൻ പറഞ്ഞിരുന്നു. അത് ശരിയാണോ തെറ്റാന്ന് നിങ്ങൾ പറഞ്ഞിട്ടില്ല. പറയണം, നിങ്ങൾ പറയണം. നിങ്ങൾ എന്ത് മാതിരിയാണ് ഇവിടെ അതിനെ സംബന്ധിച്ച് പറഞ്ഞത്? അതൊക്കെ ജനങ്ങളൊന്ന് ഓർമ്മയിൽ വരട്ടെ. നിങ്ങൾ നോക്കൂ, അടുത്ത വിഷയം പറയാനുള്ളത് കുറെ പറയാനുണ്ട്. മറ്റൊരു വിഷയം ഇവിടെ പറഞ്ഞത് എന്താണ്? മന്ത്രത്തിന്റെ വിഷയമാണ്. ഓരോ പ്രഭാഷണങ്ങളിലും ഈ ഉള്ളവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മന്ത്രം അത് ഇസ്ലാമികമായ നിലപാടെന്താണ് കൃത്യമായി തന്നെ വിശദീകരിച്ചിരുന്നു. നമ്മുടെ നിലപാട് ധാരാളം തവണ വിശദീകരിച്ചതായതുകൊണ്ട് ഞാൻ ഇവിടെ നീട്ടി പറയുന്നില്ല. കേരള നദുവത്തുൽ മുജാഹിദീൻ പ്രസിദ്ധീകരിച്ച പ്രസിദ്ധമായ ഖുർആൻ വ്യാഖ്യാനമായ മുഹമ്മദ് അമാനി മൗലവിയുടെ ആ ഖുർആൻ പരിഭാഷയിൽ നിന്നും അതുപോലെ തന്നെ കുണ്ടുതോട് വ്യവസ്ഥ വാദപ്രതിവാദത്തിന് വേണ്ടി വ്യവസ്ഥ തയ്യാറാക്കിയ
പറഞ്ഞപ്പോ നിങ്ങളുടെയും ഞങ്ങളുടെയും പണ്ഡിതന്മാർ ഒരേ